ഹലോ ബ്രോ. വർഷങ്ങൾക്ക് ശേഷം അതെ, ഞങ്ങൾ അവസാനം കണ്ടുപിട്ടിരിക്കുകയാണ് ഗൈസ്. ഹായ് ബ്രോ, ഹൗ ആർ യു? ഹായ് ബ്രോ, എന്നാണ്ട് വിശേഷം? എന്തുകൊണ്ട് വിഷയം? സുഖമായിട്ടിരിക്കുന്നു. നമ്മൾ കുറെ നാളായിട്ട് ഒത്തിരി നാളായിട്ട് നമ്മൾ ഇങ്ങനെ കാണണമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു അല്ലേ? ഇപ്പോഴാണ് കണ്ടത്. നിങ്ങളുടെ യൂട്യൂബും കാര്യങ്ങളൊക്കെ എപ്പോഴും കാണാറുണ്ട്. അപ്പൊ ഹായ് ഫ്രണ്ട്സ്, വിനേഷ് ഹിയർ ആൻഡ് വെൽക്കം ടു അവർ വ്ളോഗ്. ഞങ്ങൾ ഇന്ന് നിൽക്കുന്നത് അനൂപിന്റെ വീട്ടിലാണ്. അനൂപും ഞാനുമായിട്ട് ശരിക്കും അയർലൻഡിൽ വന്ന സമയം മുതൽ മിണ്ടി തുടങ്ങിയതാണ്. നമ്മൾ ഇപ്പോഴാണ് കാണുന്നതല്ലേ, ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. അതിന്റെ ഒരു ത്രില്ലാണ്. അപ്പം കുറെ വിശേഷങ്ങൾ ഞങ്ങൾക്ക് പറയാനുണ്ട്. അതുപോലെ ഇപ്പം നമ്മുടെ കൂടെ ഒരു ബ്രോയും കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം ബ്രോയുടെ വിശേഷങ്ങളെല്ലാം ചോദിച്ച് നമുക്ക് അടിപൊളി ഒരു എപ്പിസോഡ് റെഡിയാക്കാം അല്ലേ? ഓക്കെ. And once you finally get a taste of the race, you'll never look back once you felt that. Don't let somebody take your time and your worth. Just focus on yourself first. Don't let somebody take your time and your worth. Just focus on yourself first. Don't let somebody take your time and your worth. Just focus on yourself first. Don't let somebody take your time and your worth. Just focus on yourself first. ചെരുപ്പ് എവിടെ ബ്രോ വരുന്നത്? ഹലോ, എന്നാ ഉണ്ട്? പേരെന്നാ? ഡോണ. ബ്രോയുടെ പേര് സിജോ അല്ലേ? ആ, ഓക്കെ. നമുക്ക് വിശദമായി പരിചയപ്പെടാം. അനു ബ്രോ, ഇതൊക്കെ എങ്ങ് വെച്ചോ? ഒളിച്ചു നിൽക്കുവാണോ? കുഞ്ഞു ബ്രദറിനെ ഒക്കെ പരിചയപ്പെടുത്തി. വാവ്, സൂപ്പർ. മോനെ പേര് പറഞ്ഞേ. ജൊഹാൻ. എത്രല്ല ക്ലാസ്? 1ാം ക്ലാസ്സിലാ? ഓക്കെ. ഇനി 3 പേരില്ലേ നിങ്ങക്ക്? ഇതാണ് 3ാമത്തെ അല്ലേ? പേരെന്നാ? ഇവന്റെ പേര് ജെറോഷ്. എത്രയായി ഇപ്പം? 7 മാസം. ഓക്കെ. നിങ്ങൾ നാട്ടിൽ പോയപ്പം 3 പേരോടെ പോയോ? നാട്ടിൽ പോയി 3 പേരോടാ പോയി. ഒരുമിച്ച് പോയെ? എത്ര നാൾ ഉണ്ടായിരുന്നു? ഓക്കെ. ഇനി ഒരാളെ കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒളിച്ചു നിൽക്കണ്ട, ഒരു ഹായ് പറഞ്ഞോ. കിടക്കുക. ഓക്കെ, ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് കാണിക്കാം. ഓക്കെ. അപ്പൊ ഫ്രണ്ട്സ്, നമുക്ക് അനൂപ് ബ്രോയെ കിട്ടിയിട്ടുണ്ട്. അപ്പം അനൂപ് ബ്രോയുടെ അടുത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചോദിക്കുകയാണ് കേട്ടോ. അനൂപ് ബ്രോയെ ഞാനും നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും നമ്മള് ചങ്കുകളെ പോലെ പെട്ടെന്ന് നമ്മള് സെറ്റായി. ഞാൻ വിനീഷ് ദുബായിൽ നിന്ന് വരുമ്പോൾ തന്നെ എനിക്ക് വിനീഷിനെ അറിയാം. ഞാൻ അന്ന് ചെറിയ രീതിയിലൊക്കെ വ്ലോഗ് ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ നിർത്തി. അപ്പം പിന്നീട് ഞങ്ങൾ ഇപ്പോഴാണ് കാണുന്നത്, നേരിട്ട് കാണുന്നത് ഇപ്പോഴാണ്. അതിന്റെ ഇടയ്ക്ക് എപ്പോഴും നമ്മൾ ഫോണിൽ സംസാരിക്കും. അതെ, ശരിയാ. വിളിച്ചാൽ പോലും നമ്മൾ കുറച്ചധികം നേരം സംസാരിച്ചുകൊണ്ട് നിൽക്കും. പല കാര്യങ്ങളും സംസാരിക്കാറുണ്ട്. ഏകദേശം 4 വർഷത്തോളം ഉള്ള കണക്ഷൻ ഉണ്ട്. ഇവിടെ വന്നപ്പം തന്നെ അനൂപ് ബ്രോയായിട്ട് എനിക്ക് കണക്ഷൻ കിട്ടിയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ വിനീഷ് ബ്രോയുടെ വീഡിയോ കാണാൻ തുടങ്ങുന്നത് വിനീഷ് ബ്രോ ദുബായ് വെച്ചിട്ട് മിഥുൻ ഒരു കൊളാബ് ചെയ്തു. മിഥുൻ വി ശങ്കർ. അത് വർഷങ്ങൾക്ക് മുന്നേ വിനീഷ് അയർലൻഡിൽ വരുമെന്നോ ഒന്നുമില്ല. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഇത് കൊള്ളാമല്ലോ, കൊളാബൊക്കെ അന്ന് ഇങ്ങനെ ആയി വരുന്നേ ഉള്ളൂ. അങ്ങനെയാണ് ഞാൻ ശരിക്കും ആദ്യം കാണുന്നത്. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് വിനീഷ് അയർലൻഡിലേക്ക് റീലൊക്കേറ്റ് ചെയ്യുന്നതും അങ്ങനെ പരിചയമാവുന്നതും എല്ലാം. അപ്പൊ നമ്മളിപ്പോ അനൂപ് ബ്രോയെ കൈയോടെ പിടിച്ചിട്ട് ഇപ്പൊ ഇവിടെ ഇവരൊരു പുതിയ ഹൗസ് വാങ്ങിയിട്ടുണ്ട്. ഇവരുടെ എസ്റ്റേറ്റിൽ ഒരു ഡിറ്റാച്ച്ഡ് ഹൗസ് ആണ് അല്ലേ? അപ്പൊ അതിന്റെ വിശേഷങ്ങൾ ഫസ്റ്റിലെ ഒരു ഹോം ടൂർ പോലെ ഞാൻ നിങ്ങളുടെ അടുത്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ബ്രോ, ആദ്യമേ തന്നെ നിങ്ങളുടെ എസ്റ്റേറ്റിന്റെ പേരൊന്ന് പറഞ്ഞേ. എസ്റ്റേറ്റിന്റെ പേര് ലവി മാനർ ചാൾസ്റ്റൗൺ അല്ലേ? ഇവിടെ എത്ര ഹൗസ് ആണ് ഉള്ളത്? മൊത്തത്തില് ഒരു 80 ഹൗസസ് ഉണ്ട്. അത് പഴയ വില്ലാസ്, ഒരു 10-15 വർഷം മുന്നേ പണിഞ്ഞതാണ്. ഞങ്ങളുടെ വീട് വരുമ്പോ ഒരു 10 എണ്ണം ഡിറ്റാച്ച്ഡ് പുതിയതായിട്ട് ഡിറ്റാച്ച്ഡ്. അപ്പൊ എല്ലാ വീടുകളും ഡിറ്റാച്ച്ഡ് ആണോ? അവിടെ അല്ല, സെമി ഡിറ്റാച്ച്ഡ് ഉണ്ട്.
ഡിറ്റാച്ച്ഡ് കുറവാണ്, സെമി ഡിറ്റാച്ച്ഡ് ആണ് കൂടുതൽ. ഓക്കെ, ഇത് എന്നാ നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയിട്ട് എത്ര നാളായി കയ്യിൽ കിട്ടിയിട്ട്? ഞങ്ങൾ ശരിക്കും ഈ വീട് ബുക്ക് ചെയ്തത് 2022-ലാണ്. ഓക്കെ, 2022 ബുക്ക് ചെയ്ത് ശരിക്കും പറഞ്ഞാൽ ബിൽഡറുമായിട്ടുള്ള ചില ഇച്ചിരി ലാഗ് ആയി പോയി. ഓക്കെ, വീട് കിട്ടിയത് 2024 ജനുവരിയിലാണ്. അപ്പൊ 22-ലെ ഹൗസ് പ്രൈസ് തന്നെ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. സെയിം, അത് നമുക്ക് ലാസ്റ്റ് പറയാം എത്രയെന്ന്. അപ്പൊ ആദ്യമേ തന്നെ കയറുമ്പോ ഇവിടെ ഒരു നല്ല ഭംഗിയുള്ള മിററൊക്കെ വെച്ചിട്ടുണ്ടല്ലേ? ഒരു ഇതിനകത്ത് ഒരു ഷെൽഫാണ്, ഷെൽഫ് പോലെ കുറച്ച് സാധനങ്ങൾ നല്ല. ഓക്കെ, മനസ്സിലായി. ഓക്കെ, ഇവിടെ ഐക്യ ഉണ്ടോ അതോ ഐക്യന്ന് ഓർഡർ ചെയ്താണോ അതോ? ഇവിടെ ഇത് ശരിക്കും പറഞ്ഞാല് ഐക്യ ഓർഡർ ചെയ്തില്ല, JYSK എന്നും ജെസ്ക്. ഓക്കെ, JYSK. ഓക്കെ, ഞങ്ങൾ ജസ്കിന്ന് ഓർഡർ ചെയ്തത്. ഓക്കെ, ഓക്കെ. പിന്നെ മേലോട്ട് ഇവിടെ സ്റ്റെയർ ഉണ്ട്, അത് ബെഡ്റൂമിലേക്കായിരിക്കും. അപ്പൊ നമുക്ക് ആദ്യം പോകുന്നതിന് മുന്നേ നമുക്ക് ഇതാണ് ലിവിംഗ് റൂം അല്ലേ? വന്ന ഉടനെ കുഞ്ഞൂസും ബ്രദറും കൂടെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്, അവരവിടെ കളിക്കുവാണേ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ലിവിംഗ് റൂമിലേക്ക് കയറുവാണ്. അപ്പോൾ അനൂപ് ബ്രോ ഇവിടെ അടിപൊളി ലൈറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്, വൻ സെറ്റ് ആണല്ലോ. പിന്നെ ഇവിടെ കുട്ടികളുണ്ടായതുകൊണ്ട് ഇപ്പൊ ഇച്ചിരി ടോയ്സ് ഒക്കെ നിങ്ങൾക്ക് കാണാം, ടോയ്സും ബിസ്ക്കറ്റും കാര്യങ്ങളും. പക്ഷേ നല്ല അടിപൊളി രീതിയിൽ TV സ്റ്റാൻഡ് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം വെച്ചിട്ടുണ്ട്. ഇവിടെ വെക്കാനുണ്ടല്ലേ? ഇവിടെ അത് സെറ്റ് ചെയ്യാനുണ്ടെന്ന് തോന്നുന്നല്ലേ മൊത്തം? ഓക്കെ, ഓക്കെ. അപ്പൊ TV മുകളിലോട്ട് ഇവിടെ വെക്കുവോ ഈ പാനൽ? ഓക്കെ, ഓക്കെ. അപ്പം ഇതിനിപ്പം മുകളിലോട്ട് വെക്കണമെങ്കിൽ ഇതിന് ഈ സൈഡുകളെല്ലാം കട്ട് ചെയ്ത് അങ്ങനെ പിന്നെ ഞങ്ങൾ വേറെ ഒരു TV സ്റ്റാൻഡ് ഇച്ചിരി പൊക്കിയിട്ടെ അങ്ങനെ പ്ലാൻ ചെയ്ത്. പക്ഷെ ഇതിനിപ്പോ കട്ട് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും, എന്നാലും അത് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഒരു ഇതുപോലെ തോന്നുന്നുണ്ട്, കട്ട് ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. അപ്പൊ അവിടുന്ന് ഇങ്ങോട്ട് വന്നാൽ ഇവിടെയാണ് നമ്മുടെ കിച്ചൺ. ഇവിടെ ഇങ്ങനെ ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഓക്കെ. നമ്മുടെ ഡൈനിങ് ടേബിള്, ലൈറ്റ് എല്ലാം നിങ്ങൾ ഓൺലൈൻ ഓർഡർ ചെയ്താണോ അതോ? ഇത് ഞങ്ങള് ലാംബ് ആൻഡ് ലൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ഓൺലൈൻ. ഓക്കെ, ഇവിടെ ഫുള്ള് ടോയ്സസ് ഉണ്ട് കേട്ടോ. ഏതാ? ആ ഫ്രണ്ട് അതാണ് കേട്ടോ, അനൂപിന്റെ വൈഫാണ്. ഓക്കെ, ഇനി ഇവിടുന്ന് ഇങ്ങോട്ട്. ഇവിടെയാണ് നിങ്ങളുടെ ഫ്രിഡ്ജ് അല്ല അല്ലേ? ഓക്കെ, ഇവിടെയും ഷെൽഫുകളും കാര്യങ്ങളും എല്ലാം ഉണ്ടല്ലോ. ഈ കളറൊക്കെ നിങ്ങൾ ചൂസ് ചെയ്യുന്നതാണോ അതോ ബിൽഡർ തന്നെ സെറ്റ് നിങ്ങൾ ചൂസ് ചെയ്തേ? ഓക്കെ, ഓക്കെ. ഇനിയിപ്പം ഇവിടെ എന്താണ്? ഇതാണോ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ? ഇതാണ് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ. അത് കുഴപ്പമില്ല, അത് ഒരിക്കലും. അത് യൂട്ടിലിറ്റി അതോ കബോർഡ്സ്? അത് ഇത് കൊള്ളാലോ, ഇത് വെറൈറ്റി ഐറ്റംസ് ആണല്ലോ, എല്ലാം കുപ്പിയും ഡെക്കറേറ്റീവ് ആയിട്ട് വെച്ചേക്കുമല്ലേ നമ്മുടെ സ്പൈസസും എല്ലാം. ഓക്കെ, ധാന്യങ്ങൾ, അത് കൊള്ളാം, അടിപൊളി. ജസ്റ്റ് കണ്ട് പെട്ടെന്ന് തന്നെ എടുക്കാം അല്ലേ? ഓക്കെ, ഇതാണ് ഇതിന്റെ. പിന്നെ ഇവിടെ നമുക്ക് അതേപോലെ സെയിം ഒരു ഇത് വരും, വേറെ ഐറ്റംസ്. ഓക്കെ, ഓക്കെ. ഓപ്പൺ ചെയ്യാം. ശരിക്കും ഈ കബോർഡ്സ് എല്ലാം നിങ്ങളുടെ ബിൽഡേഴ്സ് തന്നെ ചെയ്തു തരുന്നതാണോ അത് നിങ്ങൾ സെപ്പറേറ്റ് ചെയ്യിപ്പിച്ചത്? ഓക്കെ. എനിക്ക് തോന്നുന്നു ബിൽഡേഴ്സ് ഒരു ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു കിച്ചൺ മാത്രമേ പണിയത്തുള്ളൂ, സെറ്റ് ചെയ്ത്. നമുക്ക് പിന്നെ നമ്മുടേതായിട്ടുള്ള രീതിയിൽ ചെയ്യണമെങ്കിൽ നമ്മൾ തന്നെ പ്ലാൻ ചെയ്ത് വേറൊരു കിച്ചൺകാരനെ കണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ എക്സ്ട്രാ കിച്ചണ് അവരൊരു 5000 തന്നായിരുന്നോ ഗ്രാൻഡ് കിച്ചന് വേണ്ടി? അവര് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഈ ബിൽഡർ കിച്ചണ് ഗ്രാൻഡ് തന്നില്ല, അവർ അതിന് വരെ ഞങ്ങൾക്ക് ബാത്റൂമിന്റെ ഫിറ്റിംഗ്സ് എല്ലാം ചെയ്തു തന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾ കിച്ചൺ നിങ്ങൾ ഇങ്ങനെ ഓർഡർ ചെയ്യാൻ നിങ്ങൾ എത്ര യൂറോ മുടക്കി ഏകദേശം? കിച്ചൺ നമ്മൾ എത്ര ഒരു 21,000 ഇതില്ലാതെ, അപ്ലയൻസസ് ഇല്ലാതെ അല്ലേ? ഓക്കെ, ഇതിനകത്ത് യൂട്ടിലിറ്റി വരുന്നുണ്ട്. ഇതാണ് ഞങ്ങളുടെ ഹിഡൻ സാധനം. ഓക്കെ, ഓപ്പൺ ചെയ്തോ? അത് ശരി, ഞാൻ വിചാരിച്ചത് കബോർഡായിരിക്കും. തുറന്നേ. ഓക്കെ, ഓക്കെ, അത് കൊള്ളാലോ, അത് കൊള്ളാം കേട്ടോ. ഇതാണ് ഞങ്ങളുടെ യൂട്ടിലിറ്റി. ഇതെല്ലാം ഇൻക്ലൂഡിംഗ് ആണ് 21,000 പറഞ്ഞത്. ഓക്കെ. പിന്നെ ഇത് നമ്മുടെ നോർമൽ ഇപ്പോഴത്തെ എല്ലാ വീട്ടിലേക്കും മറ്റേ ചൈന
ചൈന സിങ്കോ? ഇത് ഞങ്ങൾ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. ഓക്കെ. മഴവെള്ളം റെയിൻ വാട്ടർ വരെ വരും അല്ലേ? വാട്ടർ പോലെ ഇങ്ങനെ. ഓക്കെ, അടിപൊളി കേട്ടോ സാധനം. ഇത് നമുക്ക് ഇങ്ങനെ തുറന്ന് ഫിഷ് ഒക്കെ വാഷ് ചെയ്യാനും ചിക്കൻ ഒക്കെ വാഷ് ചെയ്യാൻ. ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. ഇങ്ങനെ ചെയ്യാം. ഇത് ഗ്ലാസ് വാഷ് ചെയ്യുന്ന. അത് ഗ്ലാസ് വാഷ് ചെയ്യാം. ഓക്കെ. ഇത് നിങ്ങൾ ഉപയോഗിക്കാറുണ്ടോ? ഇത് നോർമലി ഞങ്ങള് മോസ്റ്റ്ലി അവിടെ തന്നെയാണ് വാഷ് ചെയ്യുന്നത്. പിന്നെ ഡിഷ് വാഷർ അല്ലേ? ഉണ്ട്. പിന്നെ ഈ പറയുന്ന മീനൊക്കെ വെട്ടി അങ്ങനെയുള്ളതിന് നമ്മള് സ്മെല്ല് അങ്ങോട്ട് പോവാതെ ഇതാണ് ഇട്ടിട്ട്. പിന്നെ നിങ്ങളൊരു സെൻസിബിൾ ആയിട്ട് ബ്ലാക്ക് തന്നെ ചൂസ് ചെയ്തു. അതെനിക്ക് ഇതിനകത്തുള്ള കബോർഡ്സ്, നോർമൽ കബോർഡ്സുകൾ. ഓക്കെ ഓക്കെ, നല്ല കളർ കേട്ടോ ഈ കബോർഡ്. ഇതിന്റെ ഗ്രേ, ഡാർക്ക് ഗ്രേ. ഹീറ്റിംഗ്സ് ആണ് വരുന്നത്. ഓക്കെ. വീട് അണ്ടർ ഫ്ലോർ ഹീറ്റിംഗ് ആണ്. ഓക്കെ. അതിന്റെ ഹീറ്റിംഗ് ഫുള്ള് ഇതാണ് ഇതിന്റെ ഹീറ്റിംഗ്. ഓക്കെ. ഇതിനകത്താണ്. ഓക്കെ. എന്ത് പടി കുഞ്ഞു? ബ്രദർ കളിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. ബ്രദർ ദേ വന്നിരിക്കുന്നു. ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുവോ അടി കുഞ്ഞു? ഇല്ല, വരുന്നില്ല. ഡാഡി പറയാം. പറ. കിച്ചന് ശരിക്കും നല്ല വലിപ്പമുണ്ട് കേട്ടോ, നല്ല സ്പേസ് ഉണ്ട് നിങ്ങൾക്ക്. പിന്നെ അണ്ടർ ഫ്ലോർ ഹീറ്റിംഗ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ടൈലൊക്കെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല അല്ലേ? ചെരുപ്പില്ലാതെ തന്നെ നടക്കാം. ഓക്കെ, ഓട്ടോമാറ്റിക് ഹീറ്റ് ആയിക്കോളൂ അല്ലേ? ഓക്കെ. ഇനിയിപ്പോ ഇതുവഴി നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം അല്ലേ, കിച്ചണിലേക്ക്? ഇത് ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ മതി. ഇനിയിപ്പോ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ടോ നിങ്ങൾക്ക് ഈ സൈഡിൽ? ഓക്കെ. ഇനി അവിടുന്ന് നമ്മളിപ്പം മേലോട്ട് പോവാണല്ലേ, സ്റ്റെയർ കയറി. ഇത് എത്ര ബെഡ്റൂമാ മൊത്തത്തിൽ? ഇത് 5 ബെഡ്റൂമാ. കൊള്ളാലോ, നല്ല ഡീലായിരുന്നു തോന്നല്ലോ. നല്ല ഡീലായിരുന്നു. 5 ബെഡ് നമുക്ക് ഓക്കെ. എവിടുന്ന ബെഡ്റൂം തുടങ്ങുന്നത്? അവിടുന്ന് പോവാം. അവിടെ ബെഡ്റൂം അല്ലേ? നമുക്ക് അവിടുന്ന് പോവാം. ഓക്കെ, ബാക്കി റൂമായിട്ട് ഇട്ടേക്കുന്നേ ഉള്ളൂ. എന്റെ ഇത് കുട്ടികൾക്ക് കളിക്കാനൊക്കെ. ഓക്കെ. പക്ഷെ ഇത് നല്ല വലിപ്പമുണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല വലിപ്പമുള്ള സ്പേസസ് ആണ്. പിന്നെ ഇതല്ലേ കാർപ്പറ്റ് ആയിട്ട് ഒരു റൂം മാത്രം കാർപ്പറ്റ് ചെയ്തു. ഓക്കെ. കളിക്കാൻ വേണ്ടി ജമ്പ് ചെയ്യുമ്പോഴൊക്കെ അത് നല്ലൊരു ഐഡിയ ആണ്. കാരണം അല്ലെങ്കിൽ പിന്നെ ഹാർഡ് ഫ്ലോർ ആകുമ്പോൾ അവർക്ക് വീഴുമ്പോൾ ഇതായിരിക്കുമല്ലോ. പിന്നെ ഇവിടെയും ബെഡ്റൂം ആണ്. ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്. ഇത് ബാത്ത് അറ്റാച്ച്ഡ് ആണ്. ഇവിടെ ഞങ്ങൾ ഇപ്പം ബെഡ് ഒന്നും ഇട്ടിട്ടില്ല. ഓക്കെ. അപ്പൊ ഇല്ലായിരുന്നല്ലോ 3 ദിവസമല്ലോ. ഇത് ലാമിനേറ്റ് ഫ്ലോർ ആണ്. ഓക്കെ. പിന്നെ ഇവിടെ ഒരു ബാത്റൂം ഉണ്ട്. ഇവിടുന്നും നല്ല വ്യൂ ഒക്കെ ഉണ്ട് കേട്ടോ, അടിപൊളി വ്യൂ ആ. ഓക്കെ. അപ്പൊ ഇതൊരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഉള്ളതാണ്. ഇവിടെ ഒരു ഷവർ ക്യൂബും. ഓക്കെ. ഈ ലൈറ്റ് ഒക്കെ നല്ല രസമുണ്ട്. നല്ല ഐക്കിയ. നിങ്ങൾ ഡബിളിനി പോയായിരുന്നോ? ഡബിളിനി പോയി ആക്കിയ വാങ്ങി. ഇതൊരു ബെഡ്റൂമായിട്ട് യൂസ് ചെയ്യണം. പക്ഷെ ഇവിടെ ഞങ്ങൾ തൽക്കാലം ബെഡ്റൂം ഇടുന്നില്ല. ഓക്കെ. ഇവിടെ വേറെ ഒരു എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയാണ്. ഇത് ലൈറ്റ് ആണ്. ഇതിപ്പോ എല്ലാവർക്കും അറിയാം ഐക്കിയയിൽ ഇപ്പൊ ഉള്ള. ഓക്കെ. കൊള്ളാലോ, വെറൈറ്റി സാധനങ്ങള്. ഇത് ഐക്കിയാണ്. പിന്നെ ഇതെല്ലാം ഞങ്ങൾ തന്നെ ഫിറ്റ് ചെയ്ത. ഐക്കിയെന്ന് ഇവിടെ വന്നിട്ട്. അല്ല, ഇത് ഐക്കിയ അല്ല. ഇത് ലോങ് ഫുഡിലുള്ള ഒരു ഫർണിച്ചർ കട, ഒരു ഇൻഡിപെൻഡന്റ് ഫർണിച്ചർ കട. ഓക്കെ. എംആൻഡസ് എന്ന് പറയും. ഫ്ലാറ്റ് ആയിട്ട് അവര് ഡെലിവറി ചെയ്ത് നിങ്ങൾ തന്നെ സെറ്റ് ചെയ്ത്. ഓക്കെ. ഇവിടെ അങ്ങനെ ഒരു ഇതുണ്ടല്ലേ, പലതും നമ്മൾ തന്നെ സെറ്റ് ചെയ്ത്. അറിയാമെങ്കിൽ ഒത്തിരി ലാഭം. അല്ല, അത് ശരിയാ. സെറ്റ് ചെയ്യാൻ അറിയണം. ഞങ്ങൾ ഒരെണ്ണം ഒരു 2 to 3 hours ഇതിനു വേണ്ടി ഇരിക്കണം. പക്ഷെ അറിയാമെങ്കിൽ ഒത്തിരി എനിക്ക് അത്രയ്ക്ക് അറിയത്തില്ല. പക്ഷെ ഞങ്ങൾ ഒരു TV സ്റ്റാൻഡ് ഓർഡർ ചെയ്ത് ഇതുപോലെ 4-5 ദിവസം എടുത്തു ആ സാധനം ഒന്ന് സെറ്റ് ചെയ്യാൻ. ഇവിടെ നിങ്ങക്ക് ബാക്ക് യാർഡിന്റെ വ്യൂ ഉണ്ടല്ലേ. ഇനിയിപ്പോ അവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക്. ഇത് മുകളിലത്തെ കോമൺ ടോയ്ലറ്റ് അല്ലേ? നല്ല രസമുണ്ട് ടൈലൊക്കെ. ആ ഷെയ്ഡ് വന്നപ്പോഴേ എൻ്റെ ഒരു പ്രത്യേക ഭംഗി വീഡിയോയിൽ വന്നപ്പോഴൊക്കെ നല്ല രസമുണ്ട് ബ്രോ. ഇവിടെ നിങ്ങൾക്ക് ടബ് ഉണ്ടല്ലേ? ഓക്കെ. ടബും ഷവർ പോലെ ഇതും. ഓക്കെ.
ഇനിയിപ്പോ നമുക്ക് നാലാമത്തെ മേളത്തെ 4th ബെഡ്റൂം. ഓക്കെ, മാസ്റ്റർ ബെഡ്റൂമായിട്ട് യൂസ് ചെയ്യാനാണ്. ഇതാണ് ഇപ്പൊ നിങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂമായിട്ട് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഒരു ടോയ്ലറ്റ് വരും. ഇവിടെയും ടോയ്ലറ്റും. ഇവിടെ ഇതിന്റെ ഒരു മരമുണ്ട്, അത് അവര് ഒരു 1 വീക്കിനുള്ളിൽ വന്ന് ഫിറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. മറ്റേ ഷവർ ട്രേ അല്ലേ? ഓക്കെ. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു ബിൽറ്റ് ഇൻ വാർഡ്രോബ് ആണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. അത് 2 to 3 വീക്സിനുള്ളിൽ വരും. അപ്പൊ ഞങ്ങൾ തൽക്കാലം അപ്പൊ ഇവിടെ നിങ്ങൾക്ക് വാർഡ്രോബ് പോലെ ബിൽറ്റ് ഇൻ വാർഡ്രോബ്, അതിനൊരു സ്പേസ് ഓൾറെഡി ബിൽഡർ തന്നിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് തള്ളി വെക്കാൻ വേണ്ടി ഞങ്ങൾ പറഞ്ഞ ഉള്ളിൽ തന്നതാ. ഓക്കെ, ഇതാണ് അനൂപ് ബ്രോയുടെ മൂന്നാമത്തെ അല്ല ഇടയ്ക്കലത്തെ കൊച്ചല്ലേ? ഇത് മോളുടെ പേരെന്നാ? ഓഷിൻ. ഓക്കെ, ഓഷിൻ, ജോഹാൻ, ജെറോഷ്. ഓക്കെ, അങ്ങനെ 3 പേരാണ്. ബിഗ് ഫാമിലി അല്ലേ? ബിഗ് ഫാമിലി. ഇനിയിപ്പൊ നമ്മള് ബാക്ക് യാർഡിലോട്ട് പോവാണ് കേട്ടോ. നമുക്ക് 2 രീതിയിലുള്ള ഓപ്പണിംഗ് ഉണ്ട്. ഇവിടെ ഒരു കഥ വരും. ഓക്കെ, ഇവിടെ ഒരു കഥ. ഓക്കെ, ഓപ്പൺ ചെയ്യാം. ഇതിപ്പോ ഇവര് നാട്ടിൽ പോയേക്ക് വരുന്നു, അപ്പൊ അതുകൊണ്ട് പുല്ലൊന്നും വെട്ടിയിട്ടില്ല. ഇനിയിപ്പം ഒരു ഷെഡൊക്കെ വരും ഇവിടെ. ബ്രോ ഇനി അടുത്ത വർഷം വരുമ്പോ ഷെഡൊക്കെ ചെയ്യുന്നുണ്ടോ? ഓക്കെ, ശരിയാ, സാധനങ്ങളൊക്കെ വെക്കാനും. പിന്നെ പക്ഷെ നന്നായിട്ടൊന്ന് കോൺക്രീറ്റ് ചെയ്യണമെന്നുണ്ട്. ഇത്രയും ഭാഗം കോൺക്രീറ്റ് ചെയ്തിട്ട് അവിടെ ഒരു ഷെഡ്. ഓക്കെ, ക്രിക്കറ്റ് കളിക്കാനും ഷട്ടിൽ ബാറ്റ് കളിക്കാനൊക്കെ സ്ഥലമുണ്ട് നിങ്ങൾക്ക്? നല്ല സ്ഥലമുണ്ട്. കൊള്ളാം കേട്ടോ. അപ്പൊ ഇതാണ് ഇതിന്റെ ബാക്കിൽ നിന്നുള്ളൊരു വ്യൂ കേട്ടോ. അപ്പോൾ ബ്രോ, ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് 2024 വീട് കിട്ടിയത്? 2024 ഇതുപോലൊരു ഡിറ്റാച്ച്ഡ് ഹൗസ് 5 ബെഡ്റൂം നിങ്ങൾക്ക് കിട്ടിയപ്പം എത്ര രൂപയ്ക്കാണ് നിങ്ങൾക്കത് കിട്ടിയത്? എല്ലാവർക്കും ക്യൂരിയസ് ആയിരിക്കും അങ്ങനെ ഒരു വിലയൊക്കെ അറിയാൻ വേണ്ടി. ഇപ്പം അറിയാലോ വിലയൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ കയ്യെ നിൽക്കാത്ത അണ്ടർഫ്ലോ. ശരിയാ. ഞങ്ങൾക്ക് 2,80,000. അൺബിലീവബിൾ. അത് നിങ്ങൾ ശരിക്കും ഹൈക്ക് എന്ന് വെച്ചാൽ അതിന് മുന്നെയാണ് നിങ്ങൾ ബുക്ക് ചെയ്തത്. 2000. പക്ഷെ ഞങ്ങൾക്ക് അത്രയും കിട്ടാൻ കാരണം ഞങ്ങൾ 2 years വെയിറ്റ് ചെയ്തു. ഞങ്ങൾ 2022 ബുക്ക് ചെയ്തിട്ട് 2024 നിങ്ങൾക്ക് കയ്യിൽ കീ കിട്ടുന്നത്, ഫുൾ കീ കിട്ടുന്നത്. ഇതിന്റെ ഇടയിൽ ബിൽഡർ നിങ്ങൾക്ക് പ്രൈസ് ഹൈക്ക് വേണം അങ്ങനൊന്നും ഡിമാൻഡ് ചെയ്തില്ല? ഞങ്ങൾ 2022 ബുക്ക് ചെയ്തപ്പോഴത്തേക്കും കോൺട്രാക്ട് സൈൻ ചെയ്തു. ഞങ്ങളും സൈൻ ചെയ്തു, ബിൽഡറും സൈൻ ചെയ്തു, ഞങ്ങളുടെ സോളിസിറ്ററും സൈൻ ചെയ്തു, ബിൽഡർ സോളിസിറ്ററും സൈൻ ചെയ്തു. പിന്നെ 2022 അപ്പൊ പുള്ളിക്ക് അത് ഒരു കാരണവശാലും ഹൈക്ക് ചെയ്യാൻ പറ്റത്തില്ല. ശരിയാ, സൈൻ ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ പുള്ളി ഹൈക്ക് ചെയ്തേനെ. കാരണം എന്ന് വെച്ചാൽ എനിക്കറിയാം ഈ ഇങ്ങനൊരു വീട് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞങ്ങളുടെ വീട് പോലും ഞങ്ങൾ സെക്കൻഡ് ഹാൻഡ് ഹൗസ് വാങ്ങിക്കഴിഞ്ഞ് 1 ഇയറിനുള്ളിൽ ഞങ്ങളുടെ വീട് രണ്ടാമത് ഇൻഷുറൻസ് എടുക്കാൻ പോയപ്പോഴത്തേക്കും ഞങ്ങളുടെ വീട് 210 ഉള്ളൂ, 3 ബെഡ്റൂം. രണ്ടാമത് ഇൻഷുറൻസ് എടുക്കാൻ പോയപ്പോൾ അവർ കോട്ട് ചെയ്തേക്കുന്ന മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 285 സെക്കൻഡ് ഹാൻഡ് വീട് 3 ബെഡ്റൂം തന്നെ. ഇതിപ്പോ എത്ര മീറ്റർ സ്ക്വയർ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ? 1782. അപ്പം 1700 സ്ക്വയർ ഫീറ്റ് ഏകദേശം നമ്മുടെ നാട്ടിലല്ലേ? 1782 മീറ്റർ സ്ക്വയർ. നമ്മുടെ വീട് 110 ആണ്, 110 മീറ്റർ സ്ക്വയർ. അപ്പൊ ഇങ്ങനെ ഒരു വീട് ഒരു കാരണവശാലും ഇപ്പോഴത്തെ റേറ്റിൽ പുതിയത് ന്യൂ ബിൽഡ് ഹൗസ്, അതാണ് നിങ്ങളുടെ ഇതെന്ന് പറയുന്നത്. ന്യൂ ബിൽഡ് മെയിനായിട്ട് ഉദ്ദേശിക്കാൻ കാരണം വെച്ചാൽ ഇപ്പം തണുപ്പ് രാജ്യമല്ല അയർലൻഡ്, അണ്ടർഫ്ലോർ ഹീറ്റിംഗ്, അതൊക്കെ നിങ്ങൾക്ക് അൺബിലീവബിൾ എന്നേ പറയാൻ പറ്റും. വീട്ടിലും നല്ല ഹീറ്റിംഗ് വീടുണ്ട്, ഉണ്ട്. ശരിയാ, നല്ല ഹീറ്റിംഗ്. നമുക്കത് ഇതുപോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്ത വീടുകളുണ്ട്. പിന്നെ അതുപോലെ ഇപ്പം സോളാർ ഒക്കെ അപ്ഗ്രേഡ് ചെയ്യുവാണെങ്കിൽ B3-ലും B2-ലോട്ടൊക്കെ മാറാറുണ്ട്. സോളാർ ഒക്കെ കഴിഞ്ഞാൽ പിന്നെ ഹീറ്റിംഗിന് പ്രശ്നം വരുന്നില്ല, ബിക്കോസ് ഇലക്ട്രിസിറ്റി ആ രീതിയിൽ അങ്ങ് പോകും. നമുക്ക് വലിയൊരു ഞാൻ എന്റെ ഫ്രണ്ട്സ് സെക്കൻഡ് ഹാൻഡ് വീട് നല്ല വീടുകൾ എടുത്തു, നല്ല ഹീറ്റിംഗ് ഉള്ള. ഇപ്പൊ ഇപ്പുറത്തെ ഈ വീട് പണിഞ്ഞുകൊണ്ടിരിക്കുന്നതും ഈ 2022 എഗ്രി ചെയ്തായിരിക്കും അതോ പുതിയ ബിൽഡാണോ? ഇത് ശരിക്കും പറഞ്ഞാൽ പുതിയ വീടാണ്. പക്ഷെ ഇതിന്റെ പ്രൈസ് എനിക്കറിയത്തില്ല. ഇപ്പൊ എങ്ങനെയായാലും ഒരു 384 മേലിൽ പോകും അല്ലേ? നിങ്ങൾക്ക് ഇപ്പം മയോ കൗണ്ടിൽ നിന്ന് നിങ്ങൾ സിറ്റിയിലോട്ട് പോവുകയാണെങ്കിൽ എത്ര സമയം എടുക്കും? ഞങ്ങൾക്ക് കറക്റ്റ് ഒരു 25 to 30 മിനിറ്റ്സിനുള്ളിൽ. 25 to 30 മിനിറ്റ്സ് അത്രേ വരത്തുള്ളൂ അല്ലേ? പിന്നെ നിങ്ങൾക്ക് ഇവിടെ എയർപോർട്ട്, മയോയുടെ എയർപോർട്ട് അയർലൻഡിന്റെ വെസ്റ്റ് എയർപോർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു എയർപോർട്ട് ഉണ്ട്. പക്ഷേ അത് ഇന്റർനാഷണൽ അല്ല, ഡൊമസ്റ്റിക് ആണ്. നമുക്ക് ഇവിടുന്ന് ഈ പറയുന്ന പോലെ UK പോവാനും സ്പെയിൻ ഒക്കെ പോകാൻ ഇവിടുന്ന് ഒരു 5 to 10 മിനിറ്റ്സ് ഉള്ളൂ.
അപ്പോൾ ഒരു അൺബിലീവബിൾ പ്രൈസിൽ നിങ്ങൾക്ക് എന്തായാലും കൺഗ്രാറ്റ്സ് ബ്രോ. അത് ശരിയാ, അത് നമ്മൾ മുന്നേ പറഞ്ഞു വെച്ചിരുന്നേ. വീട് മേടിച്ചപ്പോഴും ബ്രോ വന്നു. ഓക്കെ, അപ്പം വിളിച്ചതിൽ സന്തോഷം. പിന്നെ അതുപോലെ പിന്നെ ഇവിടെ ഞാനൊരു ഗ്യാസിന്റെ ഒരു കണക്ഷൻ കണ്ടു, അതുകൂടെ ഒന്ന് ജസ്റ്റ് പറഞ്ഞേക്കാം. കാരണം നമ്മുടെ നാട്ടിലെ പോലെ നമുക്ക് ഗ്യാസ് ഒക്കെ ഇവിടെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് കണക്ഷൻ എടുക്കാം കേട്ടോ. ഇത് എത്ര രൂപ ബ്രോ ഇതിന്റെ വില? ശരിക്കും പറഞ്ഞാൽ ഇതിപ്പം ഞാൻ ഫസ്റ്റ് ടൈം എടുക്കുമ്പം നമുക്ക് ഈ സിലിണ്ടർ ഉൾപ്പെടെ നമ്മൾ എടുക്കുന്നത്. ഓക്കെ, സിലിണ്ടറിന് 110 euro ആണ്. ഓക്കെ, പിന്നെ ഇതിനകത്തുള്ള ഗ്യാസ് നിറയ്ക്കുന്നതിന് 100 euro. അത് ഇവര് ഇവിടെ വന്ന് നിറക്കുമോ നമ്മൾ കൊണ്ടുപോകും? ഇപ്പം ഈ 2 സിലിണ്ടർ ഇപ്പൊ എന്റെ ആയല്ലോ. ഇപ്പൊ എനിക്കിത് തീരുമ്പോ ഒരു കോൾ ചെയ്താൽ മതി, ഒരാള് വരും. ഓക്കെ, പുള്ളി വന്നിട്ട് കൊണ്ടുപോയിട്ട് നിറച്ചിട്ട് കൊണ്ടുവരും. 5 രൂപയാണ് നിറയ്ക്കുന്നത്. ഇത് രണ്ടിനോട് ചേർത്താണ് 110 അല്ല, ഒരു സിലിണ്ടറിന്. അത് നിങ്ങൾ 2 കൊടുത്തേക്കുന്നത് ഒരെണ്ണം തീരുമ്പോൾ നമുക്ക് അറിയത്തില്ല എപ്പോഴാണ് ഗ്യാസ് തീരുന്നതെന്ന്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോ ഇതിപ്പോ ഈ ഗ്യാസിന്റെ സിലിണ്ടറിലാണ് ഇപ്പൊ വർക്ക് ഇത് പോകുന്നത്. ഇത് തീരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി കത്തിക്കുമ്പോൾ നമുക്ക് അറിയാം തീർന്നു. അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ ഇതിനകത്തൊരു ഇത് ടേൺ ചെയ്യും. ഇത് ഇങ്ങോട്ട് ടേൺ ചെയ്യുമ്പോൾ ഇതിന്ന് ഗ്യാസ്, അപ്പൊ നമുക്ക് ഇത് തീർന്നു. ബാക്കപ്പ് പോലെ ഒരു ബാക്കപ്പ് കണക്ഷൻ. അപ്പൊ അയാൾ വന്നിട്ട് ഇത് എടുത്തുകൊണ്ട് ഇവിടെ നിറച്ചിട്ട്. ഇതപ്പോ നിങ്ങൾ കുക്കിങ്ങിന് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ? കുക്കിംഗ് മാത്രമേ ഉള്ളൂ. അപ്പം ഒരു ഗ്യാസ് കുറ്റി നിങ്ങൾ പറയുന്നത് ഒരു 8 മാസം നിങ്ങൾക്ക് കിട്ടും. 8 to 9 യൂസ് ചെയ്താൽ 9 to 10. ഇവിടെ 10 months യൂസ് ചെയ്യുന്നുണ്ട്. 9 to 10 months യൂസ് ചെയ്യാം. അതാവുമ്പോൾ നമുക്ക് ഇലക്ട്രിസിറ്റിയുടെ പ്രശ്നം വരുന്നില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മോർഗേജ് ശരിക്കും പറഞ്ഞപ്പോ എത്ര യൂറോ ആണ് നിങ്ങൾ മോർഗേജ് എടുത്തേക്കുന്നത്? 252 ഉള്ളൂ. വീട് പ്രൈസ് 285 ആയിരുന്നോ? 280. ശരിയാ. അപ്പൊ നിങ്ങൾക്ക് എത്ര ഇൻട്രസ്റ്റ് റേറ്റിലാണ് കിട്ടിയത് മോർഗേജ്? 222 നിങ്ങൾ 2022 ആണ് നിങ്ങൾ സൈൻ ചെയ്തത്. പക്ഷെ ഞങ്ങൾക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടിയത് ഇപ്പോഴത്തെ റേറ്റിൽ. അപ്പം 2024 പൈസ എടുക്കുന്നത് ആ റേറ്റിൽ തന്നെയാണ്. അപ്പൊ ഏകദേശം എത്ര കിട്ടി? ഗ്രീൻ മോർഗേജ് ആയിരിക്കുമല്ലോ. ഗ്രീൻ മോർഗേജ് ആണ്. അപ്പൊ ഇൻട്രസ്റ്റ് റേറ്റ് നിങ്ങൾക്ക് എത്രയായിരുന്നു ശരിക്കും? ഇൻട്രസ്റ്റ് റേറ്റ് 3.75. ഓക്കെ, അപ്പൊ ഏകദേശം എത്ര അടവ് വരുന്നുണ്ട്? 1050. ഓക്കെ, അഫോർഡബിൾ ആണ്, വളരെ വളരെ. നമുക്ക് ഇൻഷുറൻസ്, അതെല്ലാവർക്കും വരുമല്ലോ. എല്ലാം കൂടെ 1050. എല്ലാം കൂടെ മോർഗേജ് പ്രൊട്ടക്ഷനും എല്ലാം കൂടെ ചേർത്തിട്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ എന്തായാലും പിന്നെ ഇതുപോലെ നിങ്ങൾക്കിപ്പം ഇത് A2 ആണോ അതോ A1 ആണ്? A2 എന്ന് വെച്ചാൽ നിങ്ങൾ ഗ്രീൻ മോർഗേജ് ആകുമ്പം അതുപോലെ അണ്ടർ ഫ്ലോർ ഹീറ്റിംഗ്. ഓക്കെ, പുതിയ കൺസ്ട്രക്ഷൻ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ശരിക്കും അപ്പം കറണ്ട് ബില്ല് ഒരു മാസം എത്ര യൂറോ വെച്ച് വരും? ഒരു മാസം ഒരു 350 to 400. വിന്ററിൽ? ഒരു മാസം 2 months കൂടുമ്പോൾ 350 വരുന്നുണ്ട്. 350 വിന്ററിൽ. സമ്മറിലാകുമ്പോൾ അത് വീണ്ടും കുറയും. സമ്മറിൽ ഇപ്പം 250-300 നോക്കിയാൽ മതി. 2 months കൂടുമ്പോൾ. ഓക്കെ ഓക്കെ ഓക്കെ. 350 അത് വരും. പിന്നെ ഇതിനകത്തില് നമ്മുടെ ഓരോ ഇതിനകത്ത് ടെമ്പറേച്ചർ കൺട്രോൾഡ്. അത് ഓരോ നമ്മൾ ടെമ്പറേച്ചർ കൺട്രോൾ. ഇപ്പം ഇപ്പോഴത്തെ ഇതിനകത്തെ ടെമ്പറേച്ചർ 22 ആ. നിങ്ങളിപ്പോ തെർമോസ്റ്റാറ്റ് സെറ്റ് ചെയ്യുക. നമുക്കത് 22 നമുക്കത് 24-25 ആക്കാം. അപ്പോഴത്തേക്കും ഇച്ചിരി ചൂട് കൂടുമല്ലേ, അപ്പൊ കറണ്ട് ഇച്ചിരി വലിയും. ഓക്കെ, മനസ്സിലായി. എന്ന് വെച്ചാൽ വിന്റർ ആകുമ്പോൾ കൂടുതൽ കറണ്ട് ഇതെടുക്കും. അപ്പൊ അത് ശരിക്കും നിങ്ങൾ ഗ്യാസിലാണോ വർക്ക് ചെയ്യുന്നത് ഈ അണ്ടർ ഫ്ലോർ ഹീറ്റിംഗ്? വെളിയിലൊരു മെഷീൻ ഉണ്ട് ഞാൻ കാണിച്ചത്. അത് എയർ ടു വാട്ടർ. എയർ ടു വാട്ടർ, പുതിയ ടെക്നോളജി അല്ലേ? ഇതാണ് ആ മെഷീൻ. ഇത് നമ്മൾ വെളിയിലുള്ള എയർ പമ്പ് ചെയ്ത് എയർ ടു വാട്ടർ എന്ന് പറഞ്ഞാൽ ഇതാണ് അതിന്റെ ഒരു ടെക്നോളജി. ഓക്കെ, ഇതാണ് ഈ ഹീറ്റിംഗിന്റെ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇതിനകത്ത് ഓയിലോ ഒന്നും ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. എയർ ടു വാട്ടർ എന്നുള്ള ടെക്നോളജിയിൽ ഓട്ടോമാറ്റിക്കലി ഹീറ്റ് ആവും. ബില്ല് അടച്ചു കൊടുത്താൽ മാത്രം മതി. ഓക്കെ, അപ്പം എല്ലാം കൊണ്ടും നല്ലൊരു ഡീല് കിട്ടിയ അനൂപ് ബ്രോയുടെ ഹൗസും അതിൻ്റെ ചുറ്റുപാടുകളൊക്കെയാണ് നിങ്ങൾ കണ്ടത് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ശരിക്കും അഫോർഡബിൾ റേറ്റ് ആണ്. അതുപോലെ കൊടുത്ത പൈസയ്ക്ക് വർത്തന്നൊന്നും പറഞ്ഞാൽ പോരാ ഇപ്പോഴത്തെ ഇതിലല്ലേ. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാലോ, ഡബ്ലിനിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു, ഇത്ര 90 മീറ്റർ സ്ക്വയർ ഉള്ള ഹൗസ് തന്നെ ഇപ്പോൾ പോകുന്നത് ഏകദേശം 4 ലക്ഷത്തിനും അതിലും പുറത്താണ്. അപ്പൊ അത് ഞങ്ങളുടെ ഇവിടുന്ന് തൊട്ടപ്പുറത്ത് ഒരു മെയിൻ ടൗൺ ഉണ്ട്, കാസിൽ ബാർ. അവിടെ ഇപ്പം വീടിനൊക്കെ 425 ഒക്കെയാണ്. 4 ബെഡ് ഹൗസിന് പുത്തൻ വീടുകൾക്ക്. ഇവിടെയും ഇപ്പം ഇപ്പോഴത്തെ റേറ്റിൽ പുത്തൻ വീടുകൾക്ക് ഇപ്പൊ ഒരു 5 ബെഡ് കിട്ടണമെങ്കിൽ മിനിമം എനിക്ക് തോന്നുന്നൊരു 480 ഒക്കെ പോകണമെന്ന് 450 മിനിമം പോകേണ്ടി വരും. Don't let somebody take your time and your worth. Just focus on yourself first. Don't let somebody take your time and your worth. Just focus on yourself first. Don't let somebody take your time and your worth. Just focus on yourself first. അപ്പോൾ അനൂപ് ബ്രോ
എന്തായാലും ഇങ്ങനെ വീട് ഒരു ഹൗസ് ടൂർ പോലെ എനിക്ക് എടുക്കാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അതുപോലെ നിങ്ങളുടെ വിശേഷങ്ങൾ ഷെയർ ചെയ്തതിലും പിന്നെ ഇങ്ങനെ ഒരു വീട് നിങ്ങൾക്ക് കിട്ടിയതിൽ എനിക്ക് നല്ല സന്തോഷമുണ്ട് കേട്ടോ. കാരണം ഒരു വെറുതെ നമ്മൾ പൈസ മോർഗേജിന് വേണ്ടി അടച്ച് നമ്മൾ ഒരു സ്ട്രെസ് ആവണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ. അതുപോലെ നല്ലൊരു ഡീലായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പം എല്ലാത്തിനും കൺഗ്രാജുലേഷൻ പുതിയ ഹോമിന്. അതുപോലെ കുഞ്ഞിനും ഈ 2024 പുതിയ വീടും വന്നു, കുഞ്ഞും വന്നു. എല്ലാത്തിനും കൺഗ്രാജുലേഷൻസ്. അപ്പം അടുത്ത കിടിലം വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. അതുവരെ ബൈ ബൈ.